എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ, അതായത് തിങ്കളാഴ്ച ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടുള്ള 4 ഷെയർസാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ 4 ഷെയർ ഇൻട്രാഡേക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ കൂടിയും ഈ ലെവലുകൾസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ നിഫ്റ്റിയുടെ ലെവലും കൂടി നമ്മൾ നോക്കണം. നിഫ്റ്റി അപ്പ് സൈഡിലാണെങ്കിൽ, അല്ലെങ്കിൽ നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് വരുന്ന സാഹചര്യത്തിലോ നിഫ്റ്റി ഡൗണുള്ള കാര്യത്തിലോ ഈ ഷെയർ നോക്കാനായേ പാടില്ല. നിഫ്റ്റി ഒരു അപ്പ് സൈഡിലേക്കും ഈ ഷെയറിൻ്റെ കണ്ടീഷൻ അപ്പ് സൈഡിലേക്കും ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലൊരു എൻട്രി ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. ഇതാണ് 15 മിനിറ്റിൻ്റെ ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ ചാർട്ട്. ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയും. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് 134.35 ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് 134 രൂപയാണ്. അപ്പോൾ ഏകദേശം ഈ റേഞ്ചിന് അടുത്ത് തന്നെ ഓപ്പൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് 135നും ഒരു 134നും ഇടയിൽ ഓപ്പൺ ആയിട്ട് ഇത് കയറിയിട്ട് ഏകദേശം 135ന് മുകളിൽ ക്ലോസിങ് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡിലേക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായ സ്റ്റോപ്പ് ലോസ് 132 ഇതിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന ഈ റേഞ്ച്, ഈ 132 അത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിച്ചിരിക്കണം. 132 സ്റ്റോപ്പ് ലോസ്. നമുക്കൊരു 140 വരെ ഇതിൽ ഒരു അപ്പ് സൈഡ് മൊമെൻറ്റം ഇതിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്നത് ആകെ 3 രൂപ അല്ലെങ്കിൽ 2 രൂപ 50 പൈസയുടെ റിസ്ക് ആണ് ഇപ്പോൾ എടുക്കുന്നത്. 132 സ്റ്റോപ്പ് ലോസ് ഇടുക. ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഏകദേശം ഒരു 136 137 ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് എടുക്കാനായിട്ട് പാടില്ല. ഇനി നമുക്ക് ഈ ലെമൺ ടീയുടെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ലെമൺ ട്രീയുടെ ഇൻട്രാഡേ ചാർട്ട്. അതായത് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയത്തോടു കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം വലിയ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയറാണ്. വലിയ ഒരു ക്യാൻഡിൽ വിത്ത് വോളിയത്തോടു കൂടി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൺസോളിഡേഷൻ റേഞ്ച് നിൽക്കുക. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് വന്നിട്ടുണ്ടെങ്കിൽ, ഏകദേശം 135 റേഞ്ചിൽ ക്ലോസിങ് ഉണ്ടെങ്കിൽ ഒരു അപ്പ് സൈഡിന് മുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അടുത്ത ഷെയറാണ് ITC ലിമിറ്റഡ്. ITC ലിമിറ്റഡ് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു അപ്പ് സൈഡിലേക്ക് തന്നെയായിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്തത്. പക്ഷേ നല്ല ലാസ്റ്റ് മൊമെൻറ്റിൽ നല്ലൊരു വോളിയം അതിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ നല്ല വോളിയം ക്രിയേറ്റ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഏകദേശം 467 അതിൻ്റെ അടുത്ത് 466 അല്ലെങ്കിൽ 468 ഓപ്പണിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, 468ഉം 466 ഇതിനുള്ളിൽ ഓപ്പണിങ് കിട്ടണം നമുക്ക്. അതിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 464, അതായത് ഈ റേഞ്ച് 464 നമുക്ക് ഈ റേഞ്ചിൽ 464 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇത് മേടിക്കാം. അതായത് അപ്പോൾ ഇതിൽ റിസ്ക് നമ്മൾ എടുക്കുന്നത് ഏകദേശം 4 പോയിൻ്റ് റിസ്ക് എടുക്കുന്നത്. അത് ഏകദേശം 475 വരെ അല്ലെങ്കിൽ 74 വരെ ഒരു അപ്പ് സൈഡ് നമുക്ക് കിട്ടും മിക്കവാറും ഈ റേഞ്ചിൽ ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാനായിട്ട് കഴിയും, ഇവിടെ ഒരു 15 മിനിറ്റിൻ്റെ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും നമുക്കിവിടെ വരച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കയറിപ്പോയിട്ട് ഒരു 5-6 ദിവസം ഒരു ഡൗൺ ട്രെൻഡിലാണ് ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്നിട്ടും അതിനുശേഷം വെള്ളിയാഴ്ചയാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിന് സമീപം ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേ നോക്കിയാലും ഒരു അപ്പ് സൈഡ് മൊമെൻറ്റമാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു വാച്ച് ലിസ്റ്റിലിടാം. 464 കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് പാലിക്കുക. നമ്മൾ പറഞ്ഞ റേറ്റിൽ അതിൻ്റെ അടുത്ത് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഇൻട്രാഡേയിൽ പരിഗണിക്കാവുന്ന ഷെയറാണിത്. നമ്മുടെ അടുത്ത ഷെയറാണ് ടാറ്റ മോട്ടോഴ്സ് DVR. ടാറ്റ മോട്ടോഴ്സ് DVR നമുക്കിവിടെ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാണ്. 15 മിനിറ്റിൻ്റെ ചാർട്ട് എടുത്താൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 545 അല്ലെങ്കിൽ 546 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ആ ക്ലോസിങ് ആ റേഞ്ചിലായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൈ സൈഡിൽ
ഇൻട്രാഡേ ബേസിൽ പരിഗണിക്കാവുന്നതാണ്. കൃത്യമായ സ്റ്റോപ്പ് ലോസ് 541, അതായത് ഈ റേഞ്ചിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിക്കണം. 541, അതായത് ഏകദേശം 5 പോയിൻ്റാണ് നമ്മൾ ഇതിൽ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുക. 5 പോയിൻറ്റ് 541 ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ്. SL വരുന്നത് 541. ഏകദേശം 552, 554 വരെ നമുക്കൊരു ഈസി ആയിട്ട് ഇതിൽ കിട്ടാനായിട്ട് സാധിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ലെവലിൽ നോക്കണം. നിഫ്റ്റി അപ്സൈഡ് തന്നെ ആയിരിക്കണം. കാരണം ഇതൊക്കെ നിഫ്റ്റിയിലുള്ള ഷെയർസാണ്. അതുകൊണ്ട് നിഫ്റ്റിയും അപ്സൈഡ് ആയിരിക്കണം. നിഫ്റ്റി ഡൗൺ സൈഡ് ഉള്ള സമയത്ത് ഓടിച്ചെന്ന് ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ 541 ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ അടുത്ത ഷെയർ നോക്കാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സാണ്. നമ്മൾ നേരത്തെ നോക്കിയ ടാറ്റ മോട്ടോഴ്സ് DVR, ഇത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സ് നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ലെവലുണ്ട്, അതായത് 818. അപ്പോൾ 818 റേഞ്ച്, ഈ റേഞ്ച് 818. ഈ 818ൻ്റെ മുകളിൽ 818ൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. ഒരു 825 വരെയൊക്കെ ഈസി ആയിട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെ ഈ റേഞ്ച് കണ്ടല്ല, അതിവിടെ 811 കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ പരിപാലിക്കണം. 811. അപ്പോൾ ഇതിൽ ഏകദേശം കിട്ടുന്ന റിസ്ക് എന്ന് വെച്ചാൽ 7 പോയിൻ്റാണ് നമ്മൾ ഇതിൽ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. മുകളിൽ ഇതിന് ഇപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് 825 ആണെങ്കിൽ നമുക്കിത് വിട്ടുകളയാം. അപ്പോൾ നമ്മളെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇതിൽ പ്രൈസ് നമ്മൾ ബൈ എൻട്രിക്ക് സജഷൻ നല്ലതല്ല. നമ്മൾ കറക്റ്റ് ഈ റേഞ്ചിൽ തന്നെ ഓപ്പണിംഗ് കിട്ടി. ഇവിടെ ഈ റേഞ്ചിൽ 800 ഇപ്പോൾ ക്ലോസ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഓപ്പണിംഗ് കിട്ടി. ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് ആണെങ്കിൽ ഏകദേശം 818 മുകളിൽ, ജസ്റ്റ് മുകളിൽ 15 മിനിറ്റിൻ്റെ ക്ലോസിങ് ആണെങ്കിൽ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 825 വരെ കിട്ടും. 811 കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് പാലിക്കണം. ഈ റേഞ്ച് 811 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചയ്ക്കുള്ള 4 ഇൻട്രാഡേക്കുള്ള പരിഗണിക്കാവുന്ന 4 ഷെയർസ്. അപ്പോൾ എല്ലാവരും അടുത്ത ആഴ്ച നല്ല ലാഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.